വർഗീസ് കണ്ണമ്പള്ളി, എല്ലാ കരാറുകാരെയും അടച്ചാക്ഷേപിക്കുകയല്ല. പക്ഷെ ഞങ്ങൾ കണ്ട കാഴ്ച അവിടെ IRB എന്ന് പറയുന്ന കമ്പനിക്കെതിരെ ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട് ഷിരൂരിൽ. കേരളത്തിലും ദേശീയപാത നിർമ്മാണം നടത്തുന്ന കരാർ കമ്പനികളെല്ലാം ഇതേപോലെ വളരെ എളുപ്പത്തിൽ സൂത്രപ്പണി ഒപ്പിച്ച് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. റോഡ് സേഫ്റ്റി സെല്ലില്ല, ചോദ്യം ചെയ്യാൻ ആരുമില്ല. മണ്ഡലിച്ച് വീണാൽ ഭരിക്കുന്ന അർജുനെ പോലുള്ളവർക്ക് വേണ്ടി ഞങ്ങളെപ്പോലുള്ള കുറച്ച് മാധ്യമങ്ങൾ കുറച്ചു കാലം സംസാരിക്കുമെന്നതിനും അപ്പുറം ഇതൊന്നും ആരെയും ബാധിക്കുന്ന വിഷയങ്ങളല്ല. ഇതെന്തുകൊണ്ടാണ് ഇത്രയും വലിയ അനാസ്ഥ ദേശീയപാത നിർമ്മാണത്തിൽ ഉണ്ടാവുന്നത് വർഗീസ് കണ്ണമ്പള്ളി? നമ്മുടെ ദേശീയപാതയുടെ കാര്യത്തിൽ 2000-ലാണ് ഇന്ത്യയിൽ ദേശീയപാത വികസന പദ്ധതി വാജ്പേയി ഗവൺമെന്റ് ആരംഭിച്ചത്. പക്ഷേ അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ 2000 പോയിട്ട് 2020-ലാണ് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒട്ടേറെ പ്രതിസന്ധികൾ, സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഒട്ടേറെ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നമ്മൾ ദേശീയപാത വികസനം നടത്തിയത്. അപ്പോൾ പല സ്ഥലത്തും പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്ന് കാൺപൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള വലിയ ഹൈവേകൾ, എക്സ്പ്രസ് ഹൈവേകൾ അങ്ങേയറ്റം മികച്ച സ്റ്റാൻഡേർഡിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ ഏത് ചെറിയ റോഡ് ഉണ്ടാക്കിയാലും അതെല്ലാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണെന്ന് നമ്മൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഗതികേട്. എനിക്ക് പറയാനുള്ളത് അവസ്ഥയാണ് ഈ കാണുന്നത്. അതെ, അതാണ് നമ്മുടെ പ്രശ്നം. അപ്പോ നമുക്ക് ഈ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള എല്ലാ ചർച്ചകളിലും പൊതുവായി ചെന്ന് അവസാനിക്കുന്നത് എല്ലാം അഴിമതിയാണ്. പക്ഷേ ആ രീതിയിലാണ് പ്രചരിപ്പിച്ചു പോകുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ പണി കാണിച്ചുകൊണ്ട്, എന്തെങ്കിലും ഒരു തട്ടിപ്പ് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മുൻപേ പറഞ്ഞ വാചകം പോലെ എന്തെങ്കിലും ഒന്ന് കാണിച്ചുകൊണ്ട് ഒരു കോൺട്രാക്ടർക്ക് ഇന്നത്തെ നിയമവ്യവസ്ഥയിൽ രക്ഷപ്പെടാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പോൾ എവിടെയൊക്കെയോ പാളിച്ചകൾ ഉണ്ടെന്നുള്ളതാണ്. അതിനെല്ലാം കരാറുകാരനെ മാത്രം ബലിയാടാക്കുന്നത് ശരിയല്ല. പക്ഷേ വരും ദിവസങ്ങൾക്കുള്ളിൽ വടക്കൻ കേരളത്തിലെ നിർമ്മാണ കരാറെടുത്തൊരു കമ്പനി തന്നെയാണ് ഇലക്ട്രൽ ബോണ്ടിലേക്ക് കൂടുതൽ പണം കൊടുത്തിരിക്കുന്നത്. അയാൾ നിർമ്മിച്ച ദേശീയപാതയിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ നമുക്ക് വല്ലേക്ക് വരാം. ഞാൻ പറയുന്നത് ഒരു ചെറിയ കലിംഗിന്റെ നിർമ്മാണം മുതൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ വലിയ പ്രവർത്തികൾ ഉൾപ്പെടെ നമ്മൾ അതിന് ഡിസൈൻ തയ്യാറാക്കുമ്പോഴും, അതിന് അടങ്കൽ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോഴും അതിന് നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഞ്ചിനീയറിംഗ് പ്രീ സർവേ റിസൾട്ട്സുകളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ വലിയ എംഫസൈസ് കൊടുക്കുന്നില്ല. അത് ചെറിയ കരാപണികൾക്കൊക്കെ ആണെങ്കിൽ ഓഫീസിൽ ഇരുന്നാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത്. ഡിസൈനൊക്കെ പിന്നീടാണ്. സാങ്കേതികാനുമതി എന്ന് പറയുന്നത് വളരെ പേരിന് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ കൊടുക്കുന്ന കാര്യമാണ്. ഇത് കേരളം കേൾക്കേണ്ടതാണ്. വർഗീസ് കണ്ണമ്പള്ളി പറഞ്ഞത് കേരളം കേൾക്കേണ്ടതാണ്. പ്രീ എഞ്ചിനീയറിംഗ് സർവേ ഈ AC മുറികളിൽ ഇരുന്ന് നടത്തുകയും ഒരു പാരിസ്ഥിതികാഘാത പഠനം കാര്യമായി നടത്താതെയുമാണ് നമ്മുടെ പല പാതകളും നിർമ്മിക്കുന്നത് എന്നുള്ളത് കേരളം കേൾക്കേണ്ടതാണ്. വർഗീസ് കണ്ണമ്പള്ളി, കഴിഞ്ഞ ആഴ്ചയിൽ ബഹുമാനപ്പെട്ട PA മുഹമ്മദ് റിയാസ് മുൻകൈ എടുത്ത് ഒരു അഖിലേന്ത്യാ സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം, ഏത് ടെൻഡറിന്റെ കൂടെയും പ്രീ സർവേ റിസൾട്ട്സിന്റെ ആ ഡോക്യുമെന്റ്, ആ റിപ്പോർട്ടും അവിടുത്തെ മറ്റ് പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ടെൻഡർ ഡോക്യുമെന്റിന്റെ തന്നെ ഭാഗമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. കാരണം റോഡിന് 8 മീറ്റർ വീതിയുണ്ടെന്ന് നമുക്ക് കാണുകയും ഞങ്ങൾ പണിയെടുത്തതിന് ശേഷം ചെല്ലുമ്പോൾ 4 മീറ്റർ മാത്രമേ കാണുന്നൊരവസ്ഥയില്ലേ? അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? പിന്നെ ഇവിടെ ചർച്ചയിൽ തന്നെ പറഞ്ഞതുപോലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ദേശീയപാത വികസനത്തിന് 60 മീറ്റർ ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ അതിന്റെ 2 വശത്തുമുള്ള 7, 15 മീറ്റർ എന്ന് പറയുന്ന ഗ്രീൻ ബെൽറ്റ് ഉണ്ടാക്കാനാണ്. നമ്മൾ ചോദിച്ചു, നമ്മളെന്തിനാ ഗ്രീൻ ബെൽറ്റ് എന്ന് നമ്മുടെ ആളുകൾ ചോദിച്ചു. അവസാനം 45 തന്നെ എടുക്കാൻ വേണ്ടി എത്ര വർഷം നമ്മൾ ചർച്ച നടത്തി. 30 മീറ്ററിനകത്ത് ഈ 60 മീറ്ററിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ വിദഗ്ധന്മാർ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ച വന്നു. അതിന്റെ അവസാനം ഇങ്ങനെ ഇപ്പം വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എഞ്ചിനീയറിംഗ് പ്രീ സർവേക്ക് മുൻകൈ കൊടുക്കുക. അപ്പം അപകടം വന്നതിന് ശേഷം അന്വേഷിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനിയും നടത്താത്തത് ഉണ്ടെങ്കിൽ
ഇനിയുള്ള ഈ വർഗീസ് പരിഹാരം എന്ന് കടമ്പളി, പറയുന്നത് അങ്ങ് ഈ ഷിരൂരിലെ അപകടം കണ്ടിട്ടുണ്ടാകുമല്ലോ. rectifications ആ ആവശ്യമാണ്. ഷിരൂരിലെ മലനിരകൾ ഇരിക്കുന്നത് പലതവണ പല ദിവസം നമ്മൾ തീർച്ചയായിട്ടും ചർച്ച കണ്ടു. ചെയ്തതാണ്, വരച്ച് തന്നെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഏകദേശം 280 അടിയോളം മീറ്ററോളം ഉയരത്തിൽ നിൽക്കുന്നൊരു വലിയ മല. ആ മല 180 മീറ്റർ ഇടിഞ്ഞു താഴുന്നു. അതിന് തൊട്ടു മുമ്പിൽ നിർമ്മാണം നടത്തിപ്പോയ കരാർ കമ്പനി IRB എന്ന് പറയുന്ന അവിടുത്തെ വലിയൊരു കോർപ്പറേറ്റ് റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം, ആ സ്ഥാപനമാവട്ടെ അവിടെ ഒരു റിട്ടൻഷൻ വാൾ നിർമ്മിച്ചിട്ടില്ല, അവിടെ സേഫ്റ്റി മെഷറുകൾ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. അത് നേരെ ഇടിഞ്ഞിങ്ങി വരികയാണ്. ഇന്നലെ നമ്മൾ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ 50 മീറ്റർ മാറി അതേ പാതയിൽ അതേ സ്ഥലത്ത് അതേപോലെ മണ്ണിടിഞ്ഞ് താഴുകയാണ്. അപ്പോൾ ഈ ദേശീയപാത 66 വർഷങ്ങളായി 11 വർഷമായിട്ട് നിർമ്മാണം നടക്കുന്നൊരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനമോ പഠനമോ ഇല്ലാത്തത് ആരുടെ വീഴ്ചയായിരിക്കും വർഗീസ് കണ്ണമ്പള്ളി? കരാറുകാരന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് പണി ചെയ്യുക എന്നുള്ളത് അസംഭവ്യമായ കാര്യമാണ്. അത് ഇങ്ങനെ ആക്ഷേപിക്കാൻ വേണ്ടി പറയാവുന്നതേ ഉള്ളൂ. ഇവിടെ എഞ്ചിനീയറിംഗ് പ്രീ സർവേ റിപ്പോർട്ടിനകത്ത് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ബാധ്യത ഡിസൈൻ തയ്യാറാക്കുന്നവർക്കും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നവർക്കും ഉണ്ട്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന മതില് അല്ലെങ്കിൽ കൽക്കെട്ട് അത് മാറ്റി പുനർനിർമ്മിക്കാനുള്ള ഒരു പ്രൊവിഷൻ എസ്റ്റിമേറ്റിൽ ഇല്ലെങ്കിൽ, ഡിസൈനിൽ ഇല്ലെങ്കിൽ കരാറുകാരന് സ്വന്തം ചെലവില ചെയ്യാൻ പറ്റുമോ? എന്റെ ഒരു സംശയം അതല്ല. ഇപ്പോ ഇതേപോലെ മണ്ണിടിഞ്ഞ് മരിച്ചു, നാളെ നമ്മളിൽ ആരെങ്കിലും ഇതേപോലെ മണ്ണിനടിയിൽ പെട്ടുപോയാൽ ആരിതിന് ഉത്തരവാദിയാവും? ആര് കൊടുക്കും കോമ്പൻസേഷൻ? സർക്കാർ കൊടുക്കുന്ന 5 ലക്ഷം കൊണ്ട് ഇത് സാധ്യമാണോ വർഗീസ് കണ്ണമ്പള്ളി? അപ്പോൾ എന്റെ ചോദ്യം അതല്ല. നമ്മൾ കാഴ്ചക്കാരല്ല കാവൽക്കാരെന്നൊക്കെ പറഞ്ഞ വലിയ ബോർഡുകൾ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ. ആ ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിലും ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് വീണ് ഒരാൾക്ക് അപകടം സംഭവിച്ചാൽ കരാർ കമ്പനിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? അതിന് ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് ഒക്കെ ഉണ്ട്. അതിനകത്ത് എസ്റ്റിമേറ്റിനകത്ത് അപാകതയാണെങ്കിൽ, ഞാൻ പറയുന്നത് ഡിസൈനിലെ അപാകതയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടെൻഡറിംഗ് അതോറിറ്റി തന്നെയാണ് അതിന് ഉത്തരവാദി. ഡിസൈനിലെ അപാകതയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗ് സർവേ നടത്തി നല്ല ഡിസൈനും നല്ല എസ്റ്റിമേറ്റും ഉണ്ടാക്കി അത് കൊള്ളാവുന്നതിനെ കൊണ്ട് വെറ്റി ചെയ്യിക്കണം. എന്റെ സംശയം അതല്ല. ആ ഡിസൈനിലെ അപാകത നിങ്ങൾക്ക് മനസ്സിലാവാതെ ആയിരിക്കുമോ ഈ കരാർ കമ്പനിക്കാര് അവിടെ ഈ സിമന്റ് പൂശാൻ ഇറങ്ങുന്നത്? അത് ഞങ്ങളെക്കാളൊക്കെ ഒത്തിരി മിടുക്കരായിരിക്കുകയല്ലേ ഈ പറയുന്ന വെറ്റിംഗ് അതോറിറ്റിയും ഈ പറയുന്ന ഏർപ്പാടാണെന്നാണ് വർഗീസ് കണ്ണമ്പള്ളി. ഞാൻ നിങ്ങളെ ആക്ഷേപിക്കാൻ പറയുന്നല്ല. ചെയ്തു കൊടുക്കുന്ന ഏജൻസികളുണ്ട്, പക്ഷെ വലിയ കോർപ്പറേറ്റുകൾ അടക്കം വലിയ ലാഭം ഉണ്ടാക്കാൻ ചെയ്യുന്ന കാഴ്ചയാണ്. ഇതിനെ രണ്ടായിട്ട് നമ്മൾ കാണണം. ടെക്നിക്കൽ ഫീസിബിലിറ്റി അല്ലെങ്കിൽ ടെക്നിക്കൽ എറേഴ്സിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ആ സാങ്കേതിക വിഭാഗം തന്നെയാണ്. ഇംപ്ലിമെന്റേഷനിൽ എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം ഞാൻ പറയാം, 1 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കണം. പക്ഷെ ആ 1 മീറ്റർ കൊണ്ട് ആ സ്ട്രക്ചർ അവിടെ നിൽക്കത്തില്ല എന്ന് തെളിഞ്ഞാൽ ആ ഡിസൈൻ 1 കിലോമീറ്റർ ദൂരത്തിൽ റിട്ടൻഷൻ വാൾ വേണമെന്ന് എസ്റ്റിമേറ്റിൽ പറയുന്നു. ഒരു കരാർ കമ്പനിക്കാർ അത് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു ഇത് ഇത്രയും അപകട സാധ്യതയുള്ള സ്ഥലമാണ്, ഇവിടെ അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ഒഴിവായി പോകാം. പക്ഷേ ഒഴിയുന്നില്ല എന്ന് മാത്രമല്ല, അതെങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർത്തു പോയി. ഈ ഞങ്ങളിത് കാഴ്ചകളിൽ പലതും ഈ പെയിന്റ് അടിക്കുന്ന പോലെ സിമന്റ് പൂശി വെച്ച് പോയ പല കാഴ്ചകളും കണ്ടു. ഞാൻ തിരിച്ചു വരാം അങ്ങയിലേക്ക്.